This one thing changed my life. എന്നാന്നല്ലേ, കഴിഞ്ഞ 31 ദിവസം ഞാനിത് വേണ്ടെന്ന് വെച്ചു. ഈ ഷുഗർ കട്ട് ഒറ്റയടിക്ക് എന്നെ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു: ടു അവോയ്ഡ് കൊക്കക്കോള. ഞാനൊരു കൊക്കക്കോള അഡിക്റ്റ് ആയിരുന്നേ. ചിലർക്ക് ചില സാധനം കിട്ടിയില്ലെങ്കിൽ കൈ വറക്കുന്ന പോലെ കൊക്കക്കോള കാണുമ്പോൾ എൻ്റെ കൈ വറയ്ക്കും, അത് കുടിക്കുമ്പോൾ എൻ്റെ നാക്ക് തരിക്കും. അങ്ങനെയായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ കൊക്കക്കോള മാത്രം അവോയ്ഡ് ചെയ്ത് തുടങ്ങി ഞാൻ. പിന്നെ പെപ്സി അവോയ്ഡ് ചെയ്തു, അല്ലെ പിന്നെ ആപ്പി ഫിസ് കുടിക്കാന്ന് വെച്ചാൽ അതും അവോയ്ഡ് ചെയ്തു. ആൻഡ് ലിറ്ററലി ഞാൻ ഈ കഴിഞ്ഞ 31 ദിവസമായിട്ട്, അതായത് ജനുവരി 31 ദിവസം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും കുടിച്ചിട്ടില്ല. മൊത്തത്തിൽ ഷുഗർ കട്ട്. കാരണം ഈ കൊക്കക്കോളയിലും പെപ്സിയിലൊക്കെ എന്തുമാത്രം ഷുഗർ ഉണ്ടെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അത് മാത്രം ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാറ്റഗറൈസ് ചെയ്ത് ഓരോ സാധനങ്ങളായിട്ട് ഷുഗർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഐ സക്സീഡ്. ഐ കംപ്ലീറ്റഡ് 31 days ഓഫ് നോ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ചലഞ്ച്. യെസ്. പറയുമ്പോൾ ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ്. കാരണം അത്ര അഡിക്റ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒറ്റയടിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് സാധനം കട്ട് ചെയ്യും? അപ്പോൾ ഇന്നത്തെ ഷോർട്സ് തീർന്നു.